എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറി റെസിപ്പി ആയിട്ടാണ് വന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ്. പരിപ്പും തക്കാളിയും തേങ്ങ അരച്ച് വെച്ചത്. പരിപ്പൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും 3 പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. തൊണ്ടമുളകാണ് കേട്ടോ. അത് നടു പിളർന്നിട്ടാണ് ഇടുന്നത്. അതിൻ്റെ കൂടെ മുളക് പൊടി, പച്ചമുളകിന് എരിവുള്ളതുകൊണ്ട് മുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളൂ. ആവശ്യത്തിലുള്ള ഉപ്പ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പും തക്കാളിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ ഞാൻ നേരത്തെ അരച്ച് വെച്ചിരുന്നു. തേങ്ങ അരയ്ക്കുമ്പോൾ ചെറിയ ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കൂടി നന്നായി അരച്ച് വെച്ചതാണ്. നമുക്കിനി അതിലേക്ക് ചേർക്കാം. കുറച്ചുകൂടി വെള്ളമൊഴിച്ച് മിക്സിയിൽ ഇച്ചിരി കൂടി വെള്ളമൊഴിച്ച് അതിലേക്ക് ചേർക്കാം. നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഞാൻ അത് ഇറക്കി വെച്ച് നമുക്കിത് താളിച്ചിടാം. ഇപ്പോൾ നമ്മുടെ പരിപ്പും തക്കാളിയും കൂടിയുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ചിക്കൻ റോസ്റ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ചിക്കനൊക്കെ കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്തിട്ടുണ്ട്. തക്കാളി ഞാൻ സവോളയുടെ കൂടെ തന്നെ ഒന്ന് ചോപ്പ് ചെയ്തിട്ടതാണ്. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സവോളയൊക്കെ നന്നായി വഴന്നപ്പോൾ ഞാൻ അതിലേക്ക് ഉപ്പ് ചേർത്ത് അതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിരുന്നു. ഇനി ഞാൻ ചിക്കൻ റോസ്റ്റിൻ്റെ ഇത് ശരിക്കും ഡീറ്റെയിൽസ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. മുമ്പ് നമ്മൾ പലപ്പോഴായിട്ട് കാണിച്ചതിനെ കൊണ്ടാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആദ്യമായി കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിത് നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.